അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു എന്നാൽ ഇങ്ങനെ പഠിക്കണം, ഇനി അതിനുള്ള വഴി തരുന്നതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം അറിയിക്കാനുള്ളതാണ്. ഓരോ പ്രാവശ്യം ഇവിടെ ഞായറാഴ്ച വരുമ്പോഴും നമ്മള് സ്പീച്ച് ഷാർപ്പർ ആക്കാൻ വലിയ ആൾക്കാർക്ക് പറ്റുന്നതെല്ലാം നമുക്ക് പറ്റുന്നു. ആരുടെ മുന്നിലും പേടിയില്ലാതെ നമുക്ക് എന്ത് ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങനെ പറയാൻ പറ്റൂല. പക്ഷെ ആ ഒരു പേടി ഇവിടെ മാറ്റിയെടുക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മളായിട്ട് ഇവിടെ വന്നു, അപ്പൊ നമ്മളായിട്ട് തന്നെ മുന്നോട്ട് പോവാ. പുറത്തുനിന്ന് നീച്ചൊരു പരിപാടിയില്ല, നമ്മൾ മിസ്സാക്കൂല. നമ്മൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവേണ്ട കാര്യമല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു നിമിഷം നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ അടുത്തുനിന്ന് നമ്മളെ വിട്ട് പോകുമ്പോൾ ഈ ലോകത്തിന് വിട പറയുമ്പോൾ നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും. അപ്പോ അവരുള്ളിടത്തോളം കാലം നമ്മൾ ഹാപ്പി ആയിട്ട് അവർക്കും അപ്പൊ ആ അമ്മ പറയുന്നത് ഇന്നെന്റെ മോൻ കുത്തിയില്ല, ഞാൻ കട്ടുമെന്ന് വീണതാണെന്ന് പറയുന്നത്. അത്രക്കും ഇഷ്ടമാണ്. മാതാപിതാക്കളുടെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഉമ്മച്ചി 3-4 പ്രാവശ്യം നീച്ചാലും ഒന്ന് നോക്കും, പനിയുണ്ടോ ലൈഫിൽ എത്ര സക്സസ് ആയാലും ഫസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ കൊടുക്കാൻ. അപ്പൊ പുറത്താക്കിയപ്പം ഓളോട് പാരന്റിനെ കൂട്ടി വന്നാൽ മതിയായിരുന്നു. അപ്പോഴാണ് ഓൾ കാര്യങ്ങൾ പറഞ്ഞത്. മലയാളത്തില് ഏറ്റവും നല്ല വേർഡ് ഏതെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആൾക്കാർക്കും പറയാനുള്ള അമ്മ എന്നുള്ളതാണ്. ിന് മുമ്പേ ഒരു അച്ഛനും അമ്മമാരും ആവാണ് അവര്. അമ്മക്ക് വേണ്ടിയിട്ട് തന്നെ അവര് ഒരു ലൈഫിന്റെ ഒരു ഭാഗം നമുക്ക് തരികയാണ്. ഏത് രോഗം വന്നാലും ഉമ്മയാണ് ഏറ്റവും കൂടുതൽ ടെൻഷനാണ്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് പാരന്റ്സ് ഇല്ല. നമുക്ക് മാതാപിതാക്കൾ ഇല്ലാത്തപ്പോഴാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവുക. സ്നേഹിച്ച അതേ രീതിയിലാണ് എൻ്റെ അമ്മനെ സ്നേഹിച്ചത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം. കാരണം അവർക്ക് പേടിയാണ്, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയെന്നുള്ളൊരു പേടിയാണ് അവർക്ക്. പിന്നെ പക്ഷെ നമ്മളെ അമ്മയോടാണ് തെറ്റണെങ്കിൽ ആ ദിവസം മൊത്തം ചിലപ്പാണെങ്കിൽ ഉണ്ടാക്കാം. ഇവിടെ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. കാരണം കുറെ തുടക്കം മുതലേ അവസാനം വരെ നല്ല രീതിയിൽ പോയി എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരുന്നു. അത് പേടിയുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ ദിവസം നല്ല രസമുണ്ട്. എന്നിട്ട് കയറി വരുന്ന ചെറിയൊരു പേടിണ്ടായിരുന്നു. പിന്നെ ഉള്ളിലെത്തിയപ്പം കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ബസ് കിട്ടില്ല. അപ്പൊ ഞാൻ കുറെ നേരം നിന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് ശ്രദ്ധിച്ച കാര്യം, ഫസ്റ്റ് പാട്ടാടാൻ പറഞ്ഞപ്പോ ഫസ്റ്റ് ആ ഭാഗത്ത് നിന്ന് തിരികെ ലഭിച്ച് പിന്നെ സംസാരിച്ചപ്പോ നമ്മൾ സ്കൂളിലൊക്കെ അസംബ്ലി കഴിഞ്ഞാണെങ്കിലും നമുക്ക് ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ഇതൊന്നും കിട്ടൂല. ഇന്നത്തെ പരിപാടി അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഫസ്റ്റ് ഡേ തന്നെ ഇവര് വന്നിട്ട് ഇങ്ങനെ. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്തിടത്തോളം എനിക്ക് മനസ്സിലായത് എനിക്ക് ഇബ്രാഹിം സാറ് വിളിച്ചിട്ടുണ്ട്, നിങ്ങളെ സ്കൂളിലത്തെ കുട്ടികളെല്ല പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളെ സ്കൂളിന് ഒരു അഭിമാനമായി അങ്ങനെ പറഞ്ഞോണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണം ജെ